ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ ഗ്രാമത്തിൽ അർജുൻ, ഹർഷൻ എന്നീ രണ്ട് സഹോദരങ്ങൾ ഏറെ വർഷങ്ങളായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയാണ്. ഒരു ചെറിയ തോടിന് ഇരുവശത്തുമായി അവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നു. തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് ഇരുവശത്തുമായി നല്ല കൃഷി ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ സ്നേഹവും സാഹോദര്യവും ആ നാട്ടിൽ പാട്ടായിരുന്നു. ആ ഇടയ്ക്കാണ് അർജുൻ്റെ വീട്ടിൽ പണിക്ക് വന്ന ഒരാൾ ഹർഷൻ്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങിയത്. ഹർഷൻ തോട്ടിൽ നിന്നും കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ടെന്നും അങ്ങനെ അയാൾക്ക് കൂടുതൽ വിളവുണ്ടെന്നും അപ്പനെ പറ്റിച്ച് നല്ല ഭൂമി കൈവശമാക്കി എന്നൊക്കെയായിരുന്നു അയാളുടെ പരദൂഷണം. ഇതോടെ അർജുന് ഹർഷനോട് കുറച്ച് അകലവും സംശയവുമൊക്കെ തുടങ്ങി. പണിക്കാരൻ അയാളുടെ പണിയൊക്കെ തീർത്ത് അർജുൻ്റെ വീട്ടിൽ നിന്ന് പോയെങ്കിലും അർജുൻ്റെ മനസ്സിൽ നിന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുപോയില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ ചെറിയ സാമ്പത്തിക കാര്യത്തിന് സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് വളരെ വഷളായി. എനിക്കിനി നിന്നെ കാണേണ്ട എന്ന് പറഞ്ഞ് അർജുൻ ഹർഷനുമായി പിരിഞ്ഞു. അർജുൻ ഒരു പണിക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ തോടിന് സമീപമായി ഒരു വലിയ മതിൽ പണിയണം. എനിക്കിനി അവൻ്റെ പറമ്പും വീടും ഒന്നും കാണാനിടയാകാത്ത വിധം നല്ല ഉയരത്തിൽ വേണം മതിൽ പണിയുവാൻ. ഇങ്ങനെ പണിക്കാരനെ ചുമതലകൾ ഏൽപ്പിച്ച് അയാൾ കുടുംബസമേതം വിനോദസഞ്ചാരത്തിനായി പുറപ്പെട്ടു. എന്നാൽ അർജുനെയും ഹർഷനെയും നന്നായി അറിയാമായിരുന്ന പണിക്കാരൻ മതിലിന് പകരം തോടിനു കുറുകെ ഒരു പാലമാണ് പണിതത്. ഒരാഴ്ച കഴിഞ്ഞ് അർജുൻ തിരികെ വന്നപ്പോൾ കണ്ടത് തോടിനു കുറുകെ പാലം പണിതു വെച്ചിരിക്കുന്നതാണ്. അയാൾ പണിക്കാരനെ വിളിച്ച് മതിൽ പണിയാൻ പറഞ്ഞിട്ട് പാലം പണിതു വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഹർഷൻ ആ പാലത്തിലൂടെ നടന്നു വന്നിട്ട് പറഞ്ഞു, നമ്മൾ അന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇവിടെ ഒരു മതിൽ പണിയുമെന്ന്. പക്ഷേ നീ ഒരു പാലം തന്നെ പണിതല്ലോ. നിനക്ക് ഇത്രയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഹർഷന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അതോടെ അർജുനും സ്നേഹത്തോടെ ഹർഷനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ പണിക്കാരന്റെ വിവേകപൂർവമായ പ്രവൃത്തി അവരുടെ ഇടയിലുണ്ടായിരുന്ന വിദ്വേഷത്തിന്റെ മതിൽ പൊളിച്ച് സ്നേഹത്തിന്റെ പാലം പണിയുവാനിടയായി. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി നിങ്ങളാൽ സാധിക്കുന്ന വിധം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ചില ആളുകൾ പരദൂഷണങ്ങളാൽ വിദ്വേഷത്തിന്റെ മതിൽ പണിയുവാൻ മിടുക്കരാണ്. എന്നാൽ സമാധാനത്തിന്റെ പാലം പണിയുവാൻ നല്ല ദൈവിക കൃപ വേണം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ക്രിസ്തു വചനം നമ്മെ വഴി നടത്തട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സോദരനോടുള്ളതാം പകയെന്നിൽ നിന്നകറ്റാൻ എന്റെ ഹൃദയം നിർമ്മലമായി നീ ഒരുക്കിടണേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ നിൻ രക്തത്താൽ എന്നെ കഴുകണേ. കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ